ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധഃ അഥ പ്രഥമോധ്യായഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഭാഗവതത്തിലെ ദശമസ്കന്ധത്തില് 1-ാമത്തെ അധ്യായത്തില് 1 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് 14-ാമത്തെ ശ്ലോകം മുതലാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ തക്ഷക ദംശനം മൂലം 7-ാം നാൾ മരിക്കുമെന്ന് ശാപം കിട്ടിയ പരീക്ഷിത്ത് ശ്രീ ശുക ബ്രഹ്മർഷിയിൽ നിന്ന് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ അവതാരം, അതുപോലെ ഭഗവാൻ ഭക്തന്മാരുടെ ചരിത്രങ്ങള്, ചന്ദ്രവംശം സൂര്യവംശ രാജാക്കന്മാരുടെ ചരിതങ്ങൾ എല്ലാം 9-ാം സ്കന്ധം വരെ ചുരുക്കി പറഞ്ഞു. അപ്പോൾ പരീക്ഷിത്ത് ഇതെല്ലാം വിസ്തരിച്ചു പറയണമെന്ന് ശ്രീശുക ബ്രഹ്മർഷിയോട് ആവശ്യപ്പെടുകയാണ്. പരീക്ഷിത്ത് ശ്രീ ശുക ബ്രഹ്മർഷിയോട് ചോദിച്ച ചോദ്യങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ 1 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ പഠിച്ചത്. ഇനി അതിന് മറുപടിയായിട്ട് ശ്രീ ശുക ബ്രഹ്മർഷി പറയുന്നതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, സൂത ശൗനക സംവാദമായിട്ടാണ് ഭാഗവതം തുടങ്ങിയിരിക്കുന്നത്. നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതൻ ശൗനകാദി മുനികൾക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞപ്പോൾ സൂതൻ പറയുന്നതാണ് ഇവിടെ തുടക്കം. ശ്ലോകം 14. സൂത ഉവാച ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകീ സ ഭഗവാനത വിഷ്ണുരാദം പ്രത്യർച്ച കൃഷ്ണചരിതം കലികൽമഷഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാനഃ. പദച്ഛേദം. ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകി സഹ ഭഗവാൻ അഥ വിഷ്ണുരാദം പ്രത്യർച്ച്യ കൃഷ്ണചരിതം കലികൽമഷഘ്നം വ്യാഹർത്തും ആരഭത ഭാഗവത പ്രധാനഃ. ഇനി അതിന്റെ അന്വയം നോക്കാം. ഭൃഗുനന്ദന ഏവം സാധുവാദം നിശമ്യ ഭാഗവത പ്രധാനഃ ഭഗവാൻ സഹ വയ്യാസകി വിഷ്ണുരാദം പ്രത്യർച്ച്യ കലികൽമഷഘ്നം കൃഷ്ണചരിതം വ്യാഹർത്തും ആരഭത. ഇനി അന്വയാർത്ഥം നോക്കാം. ഭൃഗുനന്ദന, ശൗനകനാണ് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് ശൗനകനെ അഭിസംബോധന ചെയ്ത് തന്നെയാണ് സൂതൻ പറയുന്നത്. ഹേ ശൗനക, ഭൃഗുകുലത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ നല്ല ശീലങ്ങളെല്ലാം ഉള്ളത്, അതായത് ശുദ്ധ അന്ധകരണം ഉള്ള ഒരു മുനിയാണ് ശൗനകൻ. അപ്പം അതുകൊണ്ട് ഭൃഗുനന്ദന എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഭൃഗുനന്ദന ഏവം ഇപ്രകാരം സാധുവാദം, സാധുവായ പരീക്ഷത്തിന്റെ ചോദ്യത്തെ, സാധുവായ പരീക്ഷത്തിന്റെ ചോദ്യം, അതായത് നല്ല ചോദ്യം, സജ്ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാധവോ ഹൃദയം മഹ്യ, സാധുക്കൾ എന്റെ ഹൃദയപൂതന്മാരാണ്. സജ്ജനങ്ങൾ, സാധുക്കൾ എന്ന് വെച്ചാൽ സജ്ജനങ്ങൾ, എന്റെ ഹൃദയപൂതന്മാരാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധുവാദം
സാധുവായ പരീക്ഷത്തിന്റെ ആ ചോദ്യത്തെ നിശമ്യ കേട്ടിട്ട് ഭാഗവത പ്രധാനനായ, അതായത് ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനും ഭഗവാൻ നമ്മൾ പഠിച്ചു നേരത്തെ. ഭഗമുള്ളവൻ ഭഗവാൻ 6 ഗുണങ്ങളുള്ളവനാണ്. ഏതൊക്കെയാണ്? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം. അപ്പൊ ഈ ഗുണങ്ങളുള്ളവരെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗുണങ്ങൾ ആർക്കുമുണ്ട്? ശുകബ്രഹ്മർഷിക്കുമുണ്ട്. അങ്ങനെ ഭഗവാനായ സഹ വയ്യാസകി സഹ എന്ന് പറഞ്ഞാൽ ആ വയ്യാസകി എന്ന് വെച്ചാൽ ശുകമഹർഷി. വയ്യാസകി വ്യാസന്റെ പുത്രൻ. വേദം വിന്യസിച്ചത് കൊണ്ടാണ് വ്യാസൻ എന്ന് പേര് കിട്ടിയത്. വ്യാസന്റെ ആദ്യത്തെ പേരെന്താണ്? കൃഷ്ണദ്വൈപായനൻ. അപ്പൊ വേദത്തെ വിന്യസിച്ചത് കൊണ്ടാണ് വ്യാസൻ എന്ന്, വേദവ്യാസൻ എന്ന പേര് കിട്ടിയത്. അപ്പൊ വേദവ്യാസന്റെ പുത്രനായതുകൊണ്ട് ശുകമഹർഷിയെ എന്തോന്ന് പറയും? വയ്യാസകി എന്ന് പറയും. അപ്പൊ ആ ശുകമഹർഷി പിന്നെ വിഷ്ണുരാധം ആരാണ്? പരീക്ഷിത്ത്. വിഷ്ണുരാധം എന്ന് പറയുമ്പോൾ പരീക്ഷത്തിനെ, വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് പരീക്ഷത്തിന് വിഷ്ണുരാധൻ എന്ന പേര് കിട്ടിയത്. പ്രത്യർച്ച്യ അഭിനന്ദിച്ചിട്ട്, അതായത് ചോദിച്ച ചോദ്യങ്ങളെല്ലാം നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അഭിനന്ദിച്ചിട്ട് കലികൽമഷഘ്നം, കലിദോഷത്തെ ഇല്ലാതാക്കുന്ന കൃഷ്ണചരിതം, ശ്രീകൃഷ്ണചരിതത്തെ വ്യാഹർത്തും പറയുവാനായിക്കൊണ്ട് ആരഭത തുടങ്ങി. അപ്പൊ സൂതൻ ശൗനക മുനിമാരോട് പറയുകയാണ്, പരീക്ഷിത്ത് ചോദിച്ച ചോദ്യങ്ങൾ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് പരീക്ഷത്തിനെ അഭിനന്ദിച്ചിട്ട് കലിദോഷത്തെ സംഹരിക്കുന്ന കൃഷ്ണചരിതത്തെ പറയുവാനായി തുടങ്ങി. അപ്പൊ ഇനി ഭഗവാന്റെ അവതാര പ്രവചന ഘട്ടമാണ്. ശ്ലോകം 15. ശ്രീശുക ഉവാച സമ്യക് വ്യവസിതാ ബുദ്ധി സ്തവരാജർഷി സത്തമാ വാസുദേവ കഥായാം തേ യജ്ജാതാനൈഷ്ഠീരതിഹി. പദച്ഛേദം. സമ്യക് വ്യവസ്ഥിത സമ്യക് എന്ന് വായിക്കണം. വ്യവസ്ഥിത ബുദ്ധി തവ രാജർഷി സത്തമ വാസുദേവ കഥായാം തേ യത് ജാത. അതാണ് യത് ജാത. അങ്ങനെ അന്വയിക്കുമ്പോൾ യത് ജാത നൈഷ്ഠികീ രതിഹി. ഇനി അന്വയം നോക്കാം. രാജർഷി സത്തമ തവ ബുദ്ധി സമ്യക് വ്യവസിത യത് വാസുദേവ കഥായാം തേ നൈഷ്ഠികീ രതിഹി ജാത. അന്വയാർത്ഥം രാജർഷി സത്തമ. അപ്പോൾ പരീക്ഷത്തിനെ വിളിക്കുന്ന എന്താണ്? രാജർഷി സത്തമ. രാജാവും ഋഷിയും ആകുന്നവരെയാണ് രാജർഷി എന്ന് പറയുന്നത്. പരീക്ഷിത്ത് രാജാവാണ്, അതേസമയം ഋഷിയുമാണ്. അതായത് വൈദിക കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി നിത്യ കർമാനുഷ്ഠാനത്തിൽ ചെയ്യുന്നവരെയാണ് എന്തോന്ന് പറയുന്നത്? ഋഷി എന്ന് പറയുന്നത്. അപ്പൊ വൈദിക കർമ്മങ്ങൾ നിത്യമായിട്ട് നിഷ്ഠയായിട്ട് അനുഷ്ഠിക്കുന്നു. അപ്പൊ പരീക്ഷിത്ത് രാജാവുമാണ്, വൈദിക കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് രാജർഷി എന്ന് പറയുന്നു. ഇനി ഇവിടെ രാജർഷി സത്തമ എന്ന് പറയുന്നു. സത്തമ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ അടിയുറച്ച ഭക്തി ഉള്ളവരെയാണ് സത്തമ. അപ്പോൾ അതുകൊണ്ട് രാജർഷി സത്തമ എന്ന് വിളിക്കുന്നു. രാജർഷി സത്തമ തവ അങ്ങയുടെ ബുദ്ധി സമ്യക് വ്യവസ്ഥിത
നല്ല നിശ്ചയത്തോടു കൂടിയാണ് ഭവിച്ചത്. അങ്ങ് നല്ല ചോദ്യമാണ് ചോദിച്ചത്. അങ്ങയുടെ ബുദ്ധി നല്ല നിശ്ചയത്തോടു കൂടി തന്നെയാണ് ഭവിച്ചിരിക്കുന്നത്. ഏതൊന്ന് ഹേതുവായി വാസുദേവ കഥായാം, വാസുദേവന്റെ കഥയിൽ തേ അങ്ങയ്ക്ക് നൈഷ്ഠികീ രതിഹി, നിഷ്ഠയോടുകൂടിയ രതി, പ്രീതി അല്ലെങ്കിൽ പ്രേമം ജാത ഉണ്ടായി. അപ്പൊ ഭഗവാന്റെ കഥകളിൽ അങ്ങയ്ക്ക് വളരെ നിഷ്ഠയോടുകൂടിയ പ്രീതി അല്ലെങ്കിൽ പ്രേമം ഉണ്ടായിരിക്കുന്നു. അപ്പൊ അങ്ങയുടെ ആ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ആദ്യം അഭിനന്ദിച്ചെന്ന് പറഞ്ഞല്ലോ, അഭിനന്ദിച്ചതായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങയുടെ ബുദ്ധി നല്ല വിഷയത്തിൽ പ്രവർത്തിച്ചു. എല്ലാവരുടെയും ബുദ്ധി പ്രവർത്തിക്കും, പക്ഷേ ചിലരുടെ ബുദ്ധി നല്ല വിഷയത്തിലായിരിക്കുകയില്ല പ്രവർത്തിക്കുന്നത്. ഇവിടെ പറയുകയാണ് അങ്ങയുടെ ബുദ്ധി നല്ല വിഷയത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. വാസുദേവന്റെ കഥ തന്നെയാണ് കേൾക്കേണ്ടത് എന്നുള്ള ഉറപ്പിന്റെ ഫലമായിട്ടാണ് ആ കഥയിൽ അങ്ങയ്ക്ക് അത്യധികം പ്രേമം ഉണ്ടായത് എന്ന് പറയുന്നു. ഇവിടെ വ്യാസന്റെ പുത്രന് ശ്രീശുകൻ, ഈ ശ്രീശുകൻ, ശുകം എന്ന് പറഞ്ഞാൽ എന്താണ്? തത്ത. തത്തയെ പോലെ അല്ലെങ്കിൽ കിളിയെ പോലെ മധുരമായി സംസാരിക്കുന്നതിനാൽ ശ്രീശുകൻ എന്ന പുത്രന് പേരിടണമെന്ന് ഭഗവാൻ തന്നെ വ്യാസനോട് പറഞ്ഞിരുന്നു. ഭഗവാൻ ഇങ്ങനെ വ്യാസനോട് പറഞ്ഞു, വ്യാസ ത്വദീയ തനയഃ ശുഗവൻ മനോജ്ഞം ബ്രൂയതേ വാച ഭവതു തത്ശുക ഏവ നാംന. അങ്ങയുടെ മകൻ ശുഗത്തെ പോലെ മനോഹരമായി സംസാരിക്കുന്നത് കൊണ്ട് അവന് ശുഗൻ എന്ന് പേരിടണം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞതനുസരിച്ചാണ് വ്യാസൻ പുത്രന് ശുഗൻ എന്ന് പേരിട്ടത്. എന്നാൽ ദേവി ഭാഗവതത്തിൽ പറയുന്നത്, ഒരിക്കൽ വ്യാസൻ അരണി കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൃതാചി എന്ന ഒരു അപ്സരസ് അതുവഴി പോകാനിടയായി. വ്യാസനെ കണ്ടതും ആ കൃതാചി എന്ന അപ്സരസ് പേടിച്ച് ഒരു ശുഗത്തിന്റെ രൂപം പൂണ്ട് പറന്നുപോയി. പക്ഷേ ശുഗന് പെട്ടെന്ന് ബീജസ്ഖലനമുണ്ടായി. അത് ആ അഗ്നിയിൽ പതിച്ചു. അവിടെ നിന്ന് ഒരു തേജസ്സുള്ള ഒരു പുത്രനുണ്ടായി. അതാണ് ശുഗൻ. അപ്പോൾ ശുഗമായിട്ടാണല്ലോ, ശുഗത്തിന്റെ രൂപത്തിലാണ് കൃതാജി പറന്നുപോയത്. അതുകൊണ്ട് ശുഗൻ എന്ന് പേരിട്ടു എന്ന് ദേവി ഭാഗവതം പറയുന്നു. എന്തായാലും ശുഗൻ മധുരമായിട്ട്, അതായത് ഭാഗവത അമൃതമാണ് ശുഗന്റെ മുഖത്ത് നിന്ന് വരുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന എന്താണ്? നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദ് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഖരഹോ രസിക ഭുവി ഭാവുക. അപ്പൊ നിഗമം എന്ന് വെച്ചാൽ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ ഫലത്തിന്റെ ആ സത്ത്, അമൃതം, ആ അമൃതമാണ് ശുഗന്റെ മുഖത്ത് നിന്ന് പുറത്തു വരുന്നത്. അത് വീണ്ടും വീണ്ടും കുടിക്കുക. പിബത ഭാഗവതം രസമാലയം മുഖരഹോ രസിക ഭുവി ഭാവുക. അല്ലയോ സംസാരതപ്തന്മാരായ ആളുകളെ, നിങ്ങൾ ശുഗന്റെ മുഖത്ത് നിന്ന് വരുന്ന അമൃതത്തെ വീണ്ടും വീണ്ടും കുടിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ആ ശുഗൻ അങ്ങനെ മധുരമായി സംസാരിക്കുന്നത് കൊണ്ട് ശ്രീശുഗൻ എന്ന് പേര് കിട്ടി എന്നും ഇവിടെ പറഞ്ഞു. ഇനി 16-ാമത്തെ 15 ഒന്നുകൂടെ വായിച്ചിട്ട് പോകാം. സമ്യക് വ്യവസിത ബുദ്ധി സ്തവരാജർഷിത സത്തമാ വാസുദേവ കഥായാം തേ യജ്ജാതനൈഷ്ഠികീരതിഹി. ശ്ലോകം 16. വാസുദേവ കഥാ പ്രശ്ന പുരുഷാം സ്ത്രീൻ പുനാദിഹി ഭക്താരം പൃച്ഛകം ശ്രോതൃം തത്പാദസലിലം യഥാ. പദച്ഛേദം. വാസുദേവ കഥാ പ്രശ്നഃ പുരുഷാൻ ത്രീൻ പുനാദി ഹി വക്താരം പൃച്ഛകം ശ്രോതॄൻ
തത് പാദസലിലം യഥാ. അന്വയം നോക്കാം. വാസുദേവ കഥാപ്രശ്ന. വാസുദേവ കഥയെക്കുറിച്ചുള്ള ചോദ്യം. തത്പാദസലിലം യഥാ. തത്പാദസലിലം, ആ പാദത്തിൽ നിന്ന് ഒഴുകിയ ജലം. അതായത് ഭഗവാന്റെ വാമനാവതാരത്തിൽ ഭഗവാൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു വാങ്ങി. 1 അടി കൊണ്ട് ഭൂമിയും പാതാളവും അളന്നു. 2ാമത്തെ അടി കൊണ്ട് സ്വർഗവും ഊർധ്വലോകങ്ങളും അളക്കാനായി കാല് ഉയർത്തിയപ്പോൾ, കാല് സത്യലോകത്തിലെത്തിയപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? തന്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് ഭഗവാന്റെ ആ പാദം ഒന്ന് കഴുകി. ആ ജലമാണ് ഗംഗയായിട്ട് ഭൂമിയിലേക്ക് ഒഴുകിയത്. അതുകൊണ്ട് ഗംഗാജലം പരിശുദ്ധമാണ്. തത്പാദസലിലം, ആ ഭഗവാന്റെ, തത് എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ പാദസലിലം, പാദത്തിൽ നിന്നും ഒഴുകപ്പെട്ട ആ ഗംഗയെ പോലെ. വക്താരം പറയുന്നവനും, പൃച്ഛകം ചോദിക്കുന്നവനും, ശ്രോത്രൂൻ കേൾക്കുന്നവരും ആയ 3 പുരുഷാൻ 3 വിധക്കാരായ പുരുഷന്മാരെയും പുനാതി ശുദ്ധമാക്കുന്നു. ഹി നിശ്ചയം. അപ്പോൾ ഗംഗ എല്ലാവരെയും ശുദ്ധമാക്കും. അത് ബ്രാഹ്മണനായാലും ചണ്ടാലനായാലും ഗംഗയിൽ കുളിക്കുമ്പോൾ എല്ലാവരെയും ഗംഗ ശുദ്ധമാക്കും. അതുപോലെയാണ് ഈ ഭാഗവതം. വക്താരം പറയുന്നവനും, പറയുന്നതാരാണ് ഇവിടെ വക്താരം? ശ്രീശുകൻ. പൃച്ഛകം ചോദിക്കുന്നവൻ, ആര്? പരീക്ഷിത്ത്. ശ്രോത്രൂൻ കേൾക്കുന്നവരുമായ. ഇവിടെ പരീക്ഷത്തിന് ഉപദേശിച്ചപ്പോൾ അവിടെ ധാരാളം ഋഷിമാരും മറ്റ് രാജസഭയിലെ അംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും, എല്ലാ ഋഷിമാരും സൂതനും ഉണ്ടായിരുന്നു. അങ്ങനെ 3 പുരുഷാൻ 3 വിധക്കാരായ പുരുഷന്മാരെയും, പറയുന്നവനും കേൾക്കുന്നവനും അതുപോലെ ചോദിക്കുന്നവനും. അപ്പൊ കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എല്ലാവരെയും പുനാതി ശുദ്ധമാക്കുന്നു. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. ഭാഗവതം അത് കേൾക്കുന്ന എല്ലാവരെയും, ഇന്ന ജാതിക്കാരനെന്നില്ല, ബ്രാഹ്മണനോ ചണ്ടാലനോ ആകട്ടെ, അല്ലെങ്കിൽ സത്വഗുണക്കാരനോ രജോ ഗുണക്കാരനോ തമോ ഗുണക്കാരനോ ആകട്ടെ, എല്ലാവരെയും ഭാഗവതം ശുദ്ധമാക്കുന്നു. ശ്ലോകം 17. ഭൂമിർതൃപ്ത നൃപവ്യാജ ദൈത്യാനീക ശതായുധൈഃ ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയൗ. പദച്ഛേദം. ഭൂമിഃ തൃപ്ത നൃപവ്യാജ ദൈത്യാനീക ശതായുധൈഃ ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയൗ. ഇനി അന്വയാർത്ഥം നോക്കാം. തൃപ്ത എന്ന് പറഞ്ഞാൽ ഗർവിഷ്ഠന്മാരായ, നൃപവ്യാജ രാജാക്കന്മാരെന്ന വ്യാജരൂപേണ സ്ഥിതി ചെയ്യുന്ന, ദൈത്യാനീക അസംഖ്യം അസുര രാജാക്കന്മാർ, ദൈത്യ അസുരന്മാർ, ആനീകം സൈന്യങ്ങളെ കൊണ്ടുള്ള ഭൂരിഭാരേണ മഹാഭാരം കൊണ്ട് ആക്രാന്ത ആക്രമിക്കപ്പെട്ട ഭൂമി ബ്രഹ്മാണം ബ്രഹ്മാവിനെ ശരണം യയൗ ശരണം പ്രാപിച്ചു. അപ്പോൾ ഭൂമിയെ പലരും ആക്രമിച്ചു. എന്താണ്? അധർമ്മവാസന ഭൂമിയിൽ വർദ്ധിച്ചു. ഭൂമിയിലുള്ള രാജാക്കന്മാർ നീതിമാർഗം വിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ അധർമ്മം വ്യാപിച്ചു.
ജനങ്ങൾക്കെല്ലാം കഷ്ടതകൾ ഉണ്ടായി. അപ്പോൾ രാജാക്കന്മാർ മനുഷ്യരൂപികളാണെങ്കിലും അവർക്ക് ആസുരിക ഗുണങ്ങളുണ്ട്. ഉള്ളതുകൊണ്ട് അവര് അസുരതുല്യരായി. അപ്പോൾ ഇവരെ വഹിക്കാൻ ഭൂമിക്ക് ശക്തിയില്ലാതായി. അപ്പോൾ ജനങ്ങളുടെ ക്ലേശം ഏതുവിധമാണെന്ന് ഊഹിക്കാമല്ലോ. അപ്പോൾ ഭൂമി എന്ത് ചെയ്തു? ഭൂമി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവിനോട് ചെന്ന് വിവരം പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവാണല്ലോ സൃഷ്ടികർത്താവ്. അപ്പൊ ബ്രഹ്മാവിനോട് ചെന്ന് വിവരം പറയുകയാണ്. അപ്പോൾ ഈ സമയം എന്താണ്? അവിടെ ഒരു അവതാരം വരണം. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവിനോട് ചെന്ന് ഭൂമി തന്റെ ദുഃഖം അറിയിക്കുന്നു. ശ്ലോകം 18. ഗൗർഭൂത്വാശ്രുമുഖീ ഖിന്ന ക്രന്ദന്തി കരുണം വിഭോ ഉപസ്ഥിതാന്തിയേ തസ്മൈ വ്യസനം സ്വം അവോചത. ഗൗഹു ഭൂത്വാ അശ്രു മുഖി ഖിന്ന ക്രന്ദന്തി കരുണം വിഭോഹോ ഉപസ്ഥിത അന്തികേ തസ്മൈ വ്യസനം സ്വം അവോചത. അപ്പോൾ ഭൂമി എന്തായി തീർന്നു? ഗൗ എന്ന് വെച്ചാൽ പശുവായി. ഭൂത്വ പശുവായി ഭവിച്ചിട്ട് ഭൂമി ഒരു പശുവിന്റെ രൂപം സ്വീകരിച്ചു. ഭൂമിക്ക് ദിവ്യശക്തി ഉള്ളതുകൊണ്ട് അത് കാമരൂപിണിയാകുന്നു. അതിന് ഏത് വേഷം വേണമെങ്കിലും ധരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭൂമി എന്ത് ചെയ്തു? കാമധേനുവിന്റെ സ്വരൂപം എടുത്ത് അശ്രുമുഖി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഖിന്ന ഖേദമുള്ളവളായി കരുണം ദീനതയോടുകൂടി ക്രന്ദന്തി കരയുന്നവളായി വിഭോഹോ ബ്രഹ്മാവിന്റെ അന്തികെ സമീപത്തിൽ ഉപസ്ഥിത നിൽക്കുന്നവളായിട്ട് തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട്, അതായത് ബ്രഹ്മാവിനായിക്കൊണ്ട് സ്വം വ്യസനം തന്റെ ദുഃഖത്തെ അവോചത പറഞ്ഞു. അപ്പോ ഭൂമി അസുരന്മാരുടെ അധർമ്മം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ബ്രഹ്മാവിനോട് തന്റെ ദുഃഖം അറിയിക്കുകയാണ്. അപ്പോൾ ഭൂമി കാമധേനുവിന്റെ സ്വരൂപം എടുത്താണ് പോയത്. അപ്പൊ എന്തുകൊണ്ടാണ് പശുവിന്റെ രൂപം എടുത്തത്? അപ്പൊ മനുഷ്യർക്ക് വേണ്ടുന്ന പദാർത്ഥങ്ങൾ, അതായത് നെയ്യ്, പാല്, തൈര് മുതലായവ പശുവിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അപ്പൊ പശുവിനെ കാണുമ്പോൾ നമുക്ക് കരുണ തോന്നും. പിന്നെ പോരെങ്കിലും അത് കണ്ണില് വെള്ളം ഒലിപ്പിച്ചാണ് വന്നത്. അപ്പോൾ ബ്രഹ്മാവിനും കരുണ ഉണ്ടായി. ഈ ശ്ലോകങ്ങള് 16 തൊട്ടുള്ള ശ്ലോകങ്ങൾ ഒന്നുകൂടെ വായിക്കാം. നേരത്തെ ഒന്നുകൂടെ വായിച്ചില്ലായിരുന്നു. അപ്പൊ 16, 17, 18. വാസുദേവ കഥാ പ്രശ്ന പുരുഷാം സ്ത്രീൻ പുനാദിഹി ഭക്താരം പൃച്ഛകം ശ്രോതൃം പാദസലിലം യഥാ ഭൂമിർതൃപ്ത നൃപവ്യാജ ദൈത്യാനീക ശതായുധൈഃ ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയോ ഗൗർഭൂത്വാശ്രുമുഖീ ഖിന്ന ക്രന്ദന്തി കരുണം വിഭോः ഉപസ്ഥിതാന്തികേ തസ്മൈ വ്യസനം സ്വം അവോചതാം. അടുത്ത ശ്ലോകം 19. ബ്രഹ്മാ തത് ഉപധാര്യാഥ സഹദേവൈസ്തയാ സഹ ജഗാമസത്രിനയന സ്ഥിരം ക്ഷീരപയോനിധേ. പദച്ഛേദം. ബ്രഹ്മ തത് ഉപധാര്യ അഥ സഹ ദേവൈഃ തയാ സഹ ജഗാമ സ ത്രിനയനഃ തീരം ക്ഷീര പയോനിധേഃ. അന്വയാർത്ഥം. ബ്രഹ്മാവ് തത് ഉപധാര്യ അഥ തത് അതിനെ ഉപധാര്യ
ഏതിനെ? ഭൂമി പറഞ്ഞ ആ സങ്കടാവസ്ഥ, അതിനെ ഉപധാര്യ നന്നായി ധരിച്ചു. നന്നായി ധരിച്ചു എന്ന് പറഞ്ഞാല് ഭൂമി പറഞ്ഞ സങ്കടാവസ്ഥ കേട്ടപ്പോൾ ദുഷ്ടന്മാരെ നശിപ്പിച്ച് ധർമ്മത്തെ ഉറപ്പിക്കാൻ ശക്തൻ തന്റെയും പിതാവായിരിക്കുന്ന മഹാവിഷ്ണുവാണെന്നുള്ള വിചാരം ബ്രഹ്മാവിന്റെ ബുദ്ധിയിൽ ഉറച്ചു. അതാണ് അവിടെയാണ് ഉപധാര്യ, നന്നായി ധരിച്ചു. അപ്പൊ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ ബ്രഹ്മാവിന്റെയും പിതാവായ ആര്? ആ വിഷ്ണുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നന്നായി ധരിച്ചു. അതാണ് അവിടെ ഉപധാര്യ, നന്നായി ധരിച്ചിട്ട് ദേവൈഹി സഹ, ദേവന്മാരോടുകൂടി, തയാ സഹ, അവളോടുകൂടിയും. ഇവിടെ തയാ, അവളെന്ന് പറഞ്ഞ ഭൂമിയെ സ്ത്രീലിംഗമായിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് തയാ എന്ന് പറഞ്ഞത്. തയാ സഹ, അവളോടുകൂടിയും. പിന്നെ ആര്? സത്രിനയനഹ, ത്രിനയനൻ ആരാണ്? ശിവൻ. അപ്പം ശിവനോടുകൂടി, സ എന്ന് ചേർത്താൽ കൂടി എന്നാണ് അർത്ഥം. സത്രിനയനഹ, പരമശിവനോടും കൂടി, ക്ഷീരപയോനിധേഹേ, പാൽക്കടലിന്റെ, ക്ഷീരപയോനിധേഹേ, പാൽക്കടലിന്റെ തീരത്തെ ജഗാമ, ഗമിച്ചു. അപ്പോൾ ഭൂമിദേവി ഭൂമിയുടെ സങ്കടം അറിയിച്ചപ്പോൾ ബ്രഹ്മാവിന് കാര്യം മനസ്സിലായി. ബ്രഹ്മാവിന് മനസ്സിലായി ഇതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ആരെ എടുത്തു പോകണം? വിഷ്ണുവിനെ എടുത്തു പോകണം. അതുകൊണ്ട് ഭൂമിയെയും ദേവന്മാരെയും മഹാദേവനെയും എല്ലാവരെയും കൂട്ടി ബ്രഹ്മാവ് എവിടേക്ക് പോയി? ആ പാൽക്കടലിന്റെ തീരത്തേക്ക് പോയി. ശ്ലോകം ഒന്നുകൂടെ. ബ്രഹ്മാതതുപധാര്യാഥ സഹദേവൈസ്തയാ സഹ ജഗാമ സത്രിനയന സ്ഥിരം ക്ഷീരപയോനിധേഹേ. ശ്ലോകം 20. തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകപിം പുരുഷം പുരുഷസൂക്തേന ഉപതസ്തേ സമാഹിതഃ. പദച്ഛേദം. തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകപിം പുരുഷം പുരുഷസൂക്തേന ഉപതസ്തേ സമാഹിതഃ. അന്വയാർത്ഥം. തത്ര ഗത്വ, തത്ര അവിടെ, ഗത്വ ഗമിച്ചിട്ട്, അതായത് പാൽക്കടലിന്റെ തീരത്തെത്തിയിട്ട്, വൃഷാകപിം, വൃഷാകപിം ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നവനും ക്ലേശകരനും. വിഷ്ണുവിന്റെ ഒരു നാമമാണ് വൃഷാകപി. വിഷ്ണു സഹസ്രനാമത്തിലുണ്ട് അല്ലെ, വൃഷാകപി. നമ്മുടെ ക്ലേശങ്ങളെല്ലാം ഇല്ലാതാക്കുന്നവനും ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നവനും. അതുകൊണ്ടാണ് ഭഗവാനെ വൃഷാകപി എന്ന് വിളിക്കുന്നത്. ഭക്തന്മാരുടെ കാമങ്ങളെ വർഷിക്കുകയും ക്ലേശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വൃഷാകപി എന്ന പേര് ഭഗവാന് ഉണ്ടായത്. ദേവദേവം, ദേവന്മാർക്കു കൂടി ദേവനായിരിക്കുന്നവനും. ജഗന്നാഥം, ജഗത്തിന്റെ നാഥനായ, ലോകത്തിന്റെ രക്ഷകനായ പുരുഷം, പുരുഷനെ, ആ വിഷ്ണു ഭഗവാനെ പുരുഷസൂക്തേന, പുരുഷസൂക്തം എന്ന മഹാമന്ത്രം കൊണ്ട് സമാഹത, ഏകാഗ്രചിത്തനായിട്ട് ഉപതസ്തേ സ്തുതിച്ചു. അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചത് എന്തുകൊണ്ടാണ്? പുരുഷസൂക്തം കൊണ്ടാണ്. പുരുഷസൂക്തം എന്ന് പറയുന്നത് ഒരു മഹാമന്ത്രമാണ്. ഇത് 4 വേദങ്ങളിലും ഉള്ള ഒരു മന്ത്രമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇതെല്ലാത്തിലും ഈ മന്ത്രമുണ്ട്. തുടങ്ങുന്നത് എങ്ങനെയാണ്? ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. അപ്പൊ ഇവിടെ ഇതിലെ പുരുഷൻ എന്ന് പറയുന്ന ഈശ്വരനാണ്. ഇതിലെ ഋഷി നാരായണനാണ്. ദേവത പുരുഷൻ, അതായത് ഈശ്വരനാണ്. ഛന്ദസ് അനുഷ്ടുപ്പ് തൃഷ്ടുപ്പുമാണ്.
അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ആയിരക്കണക്കിന്, സഹസ്രം എന്ന് വെച്ചാൽ 1000 ആണ്. ഇവിടെ 1000 ഒന്നല്ല, ആയിരക്കണക്കിന് തലകളും കണ്ണുകളും പാദങ്ങളുമുള്ള, അപ്പൊ വിരാട് സ്വരൂപൻ, അതായത് ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട് പുരുഷനെയാണ്, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിട്ട് അതിനെയും അതിക്രമിച്ച് നിൽക്കുന്ന ആ പുരുഷനെ ധ്യാനിച്ചു. പുരുഷ സൂക്തം കൊണ്ട്, ഇതിൽ 18 മന്ത്രങ്ങളുണ്ട്. ആ പുരുഷ സൂക്തം കൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അവിടെ ചെന്നപ്പോൾ, ശ്വേതദ്വീപിൽ ചെന്നപ്പോൾ ഭഗവാനെ പ്രത്യക്ഷനായിട്ട് കണ്ടില്ല. അപ്പൊ മനസ്സിനെ ഭഗവാങ്കൽ ഉറപ്പിച്ചു. അപ്പൊ നമ്മളും ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സിൽ ഭഗവാനെ ഉറപ്പിക്കുക. അപ്പൊ അങ്ങനെ ബ്രഹ്മാവ് മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ച് ആ പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ശ്ലോകം 21. ശ്ലോകം 20 ഒന്നുകൂടെ വായിച്ചിട്ട് 21ലേക്ക് കടക്കാം. തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകപിം പുരുഷം പുരുഷ സൂക്തേന ഉപതസ്തേ സമാഹിതഃ. ശ്ലോകം 21. ഗിരം സമാധൗ ഗഗനേ സമീരിതാം നിശമ്യ വേദാസ്ത്രിദശാനുവാചഃ ഗാം പൗരുഷീ മേ ശൃണുതാമരാ പുനർ വിധീയതാമാശു തഥൈവ മാചിരം. പദച്ഛേദം. ഗിരം സമാധൗ ഗഗനേ സമീരിതാം നിശമ്യ വേദാഹ ത്രിദശാൻ ഉവാച ഗാം പൗരുഷിം മേ ശൃണുത അമരാഹ പുനഃ വിധീയതാം ആശു തഥ ഏവ മാ ചിരം. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്തുതിച്ചപ്പോൾ ബ്രഹ്മാവിന് ഒരു വാക്ക്, ഒരു അശരീരി പോലെ ഹൃദയത്തിൽ കേട്ടു. അതായത് ഗിരം, ഗിരം വാക്ക്. ഇവിടെ സമാധൗ ഗഗനെ സമീരിത, ഗഗനെ ആകാശത്തിൽ, സമീരിതാം സ്പഷ്ടമായി ഉച്ചരിക്കപ്പെട്ട ഗിരം വാക്ക് കേട്ടു, ഒരു അശരീരി കേട്ടു. ബ്രഹ്മാവ് ഒരു ആകാശത്തിൽ സ്പഷ്ടമായി ഉച്ചരിക്കപ്പെട്ട ഒരു വാക്ക് കേട്ടു. വാക്കിനെ വേദാഹ ബ്രഹ്മാവ് സമാധൗ സമാധിയിൽ നിശമ്യ കേട്ടിട്ട്. അപ്പോ ആകാശത്തിലൊരു വാക്ക് ഉച്ചരിച്ചു. ബ്രഹ്മാവ് സമാധിയിലായിരുന്നു. ബ്രഹ്മാവ് അത് സ്പഷ്ടമായിട്ട് തന്റെ ഹൃദയത്തിൽ കേട്ടു. എന്നിട്ട് നിശമ്യ കേട്ടിട്ട്, ഇപ്പൊ ബ്രഹ്മാവ് സമാധിസ്ഥനായിരുന്നപ്പോൾ മഹാകാശത്തിൽ ഉച്ചരിച്ചതായ വാക്ക് തന്റെ ഹൃദയാകാശത്തിൽ കേട്ടു. അപ്പൊ ഹൃദയം ഏകാഗ്രമായിരുന്നാൽ അതിൽ ജ്ഞാനം ഉദിക്കും. അപ്പൊ അന്ധകരണം ശുദ്ധമായാൽ മാത്രമേ അതിൽ ജ്ഞാനം ഉദിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ബ്രഹ്മാവ് സമാധിസ്ഥനായിരുന്നപ്പോൾ, മനസ്സ് ഏകാഗ്രമാക്കിയപ്പോൾ അവിടെ ഹൃദയാകാശത്തിൽ വാക്ക് കേട്ടു. അതിനെന്ത് ചെയ്തു? കേട്ടിട്ട് ത്രിദശാൻ ദേവന്മാരോട്, ത്രിദശാൻ 3 ദശയുള്ളവരാണ് ദേവന്മാർ. 3 ദശ ഏതൊക്കെയാണ്? ബാല്യം, കൗമാരം, യൗവനം. ഇനി ഒരു ദശയും കൂടെ ഉണ്ട്, വാർദ്ധക്യം. അത് നമുക്കൊക്കെയാണ്, മനുഷ്യർക്കാണ് വാർദ്ധക്യം കൂടെ ഉള്ളത്. 4 ദശയുണ്ട്. എന്നാൽ ദേവന്മാർക്ക് 3 ദശയേ ഉള്ളൂ. അവർക്ക് വാർദ്ധക്യം ബാധിക്കുകയില്ല. അതുകൊണ്ട് ദേവന്മാരെ പറയുന്ന ത്രിദശാൻ എന്നാണ്. അപ്പൊ ദേവന്മാരോട്, ത്രിദശാൻ ദേവന്മാരോട് സ്പഷ്ടമാകും വണ്ണം ഉവാച പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവിന്റെ ഹൃദയാകാശത്തിൽ കേട്ട, സ്പഷ്ടമായി കേട്ട വാക്ക് ദേവന്മാരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അമരാഹ, ഹേ ദേവന്മാരെ, പൗരുഷ്യം പുരുഷനിൽ നിന്നുദ്ഭവിച്ച പുരുഷൻ. പുരുഷൻ ആരാണ്? പുരിയിൽ വസിക്കുന്നവൻ പുരുഷൻ. ശരീരമാകുന്ന ആ പുരി, ആ പുരിയിൽ വസിക്കുന്നവനാണ് പുരുഷൻ. അപ്പൊ പുരുഷനിൽ നിന്ന് ഉത്ഭവിച്ച ഗാം വാക്കിനെ മേ എന്നിൽ നിന്ന് ശൃണുത കേൾപ്പിൻ. അപ്പോ ആ പുരുഷനിൽ നിന്ന് ഉണ്ടായ വാക്ക് എന്റെ ഹൃദയത്തിൽ ഞാൻ കേട്ടു
അതിനെ ഞാനിതാ പറയുന്നു. പുനഃ പിന്നെ ആശു വേഗത്തിൽ തഥാ ഏവ ആവിധം തന്നെ വിധീയതാം ചെയ്യുവിൻ. മാ ചിരം താമസിക്കരുത്. ഭഗവാൻ എന്നോട് കാര്യം പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങൾ ഉടനെ തന്നെ ചെയ്യണം. മാ ചിര, മാ ചിരം, നിങ്ങൾ താമസിക്കരുത് എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ശ്ലോകം ഒന്നുകൂടെ. ഗിരം സമാധൗ ഗഗനേ സമീരിതാം നിശമ്യ വേദാസ്ത്രിദശാനുവാച ഗാംബൗരുഷി മേ ശൃണുതാമരാ പുനഃ വിധീയതാമാശു തഥൈവ മാചിരം. ശ്ലോകം 22. പുരൈവ പുംസാവധൃതോധരാജ്വരോ ഭവദ്ഭിരംശൈർ യദുഷൂപജന്യതാം സയാവദുർവ്യാ പരമീശ്വരേശ്വരഃ സ്വകാലശക്ത്യാ ക്ഷപയൻ ചരേദ്ഭുവി. പദച്ഛേദം. പുരാ ഏവ പുംസ അവധൃതഃ ധരാ ജ്വരഃ ഭവദ്ഭിഃ അംശൈഃ യദുഷു ഉപജന്യതാം. അതാണ് യദുഷൂപജന്യതാം. സഹ യാവത് ഉർവ്യാ ഭരം ഈശ്വരേശ്വരഃ സ്വകാലശക്ത്യാ ക്ഷപയൻ ചരേത് ഭുവി. പുരാ ഏവ മുമ്പ് തന്നെ പുംസാ പുരുഷനാൽ ധരാജ്വര ഭൂമിയുടെ സങ്കടം അവതൃത ധരിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ സർവജ്ഞനാണല്ലോ. പറയാതെ തന്നെ, ബ്രഹ്മാവ് പറയാതെ തന്നെ ഭൂമിയുടെ സങ്കടം മുഴുവനും ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ധരാ ജ്വരഃ ഭൂമിയുടെ സന്താപം സങ്കടം മുഴുവനും പുരായേവ മുമ്പ് തന്നെ പുംസാം അവതൃത പുരുഷനാൽ ധരിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ സർവവ്യാപിയാണ്, അന്തര്യാമിയാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലെ കാര്യങ്ങളും ഭഗവാൻ അറിയും. ഭവദ്ഭിഹി നിങ്ങളാൽ യദുഷു യദുക്കളിൽ അംശൈഹി അംശങ്ങളെ കൊണ്ട് ഉപജനിക്കപ്പെടണം. അപ്പൊ ഭഗവാന്റെ അംശങ്ങളെ കൊണ്ട് നിങ്ങൾ വീണ്ടും ജനിക്കണം. ഭഗവാൻ ഇവിടെ അവതരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഭൂമിഭാരത്തെ തീർക്കാൻ യദുകുലത്തിൽ ഭഗവാൻ അവതരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും അവതരിക്കണം. ഈശ്വരേശ്വരഃ സർവേശ്വരനായ സഹ അവൻ സ്വകാലശക്തിയാ തന്റെ കാലശക്തി കൊണ്ട് ഉർവ്യാം ഭരം ഭൂമിയുടെ ഭാരത്തെ ക്ഷപയൻ നശിപ്പിക്കുന്നവനായിട്ട് ഭുവി ഭൂമിയിൽ ഏതുവരെ സഞ്ചരിക്കും, സഞ്ചരിക്കും. അതായത് ഭഗവാൻ എത്ര കാലം വരെ ഭൂമിയിൽ അവതാരം എടുക്കുന്നുവോ സഞ്ചരിക്കുന്നുവോ അതുവരെ നിങ്ങളും ഭഗവാനെ സഹായിക്കാൻ വേണ്ടി ഭഗവാൻ അംശങ്ങളെ കൊണ്ട് നിങ്ങളും ഇവിടെ ജനിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ അവതരിക്കാൻ പോവുകയാണ്. ശ്ലോകം 23. വസുദേവ ഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷപരഃ ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയഃ. പദച്ഛേദം. വസുദേവ ഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷഃ പരഃ ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയഃ. ഭഗവാൻ എവിടെ അവതരിക്കും? വസുദേവ ഗൃഹേ വസുദേവന്റെ ഗൃഹത്തിൽ പരഹ പുരുഷഃ
ഉത്തമ പുരുഷനായ സാക്ഷാത് ഭഗവാൻ, സാക്ഷാത് ശ്രീനാരായണൻ ജനിഷ്യതേ, ജനിക്കും. തത്പ്രിയാർത്ഥം, അവന്റെ പ്രിയത്തിനായിക്കൊണ്ട് സുരസ്ത്രീയ, ദേവസ്ത്രീകൾ സംഭവന്തു, ജനിക്കട്ടെ. അപ്പൊ നിങ്ങള് ദേവന്മാരോട് പറഞ്ഞു, നിങ്ങള് ഭഗവാനെ സഹായിക്കാൻ ജനിക്കണം. അതുപോലെ തന്നെ ദേവസ്ത്രീകളും ഭഗവാനെ സഹായിക്കാനായി ജനിക്കണം. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പൊ ഭഗവാൻ സ്വേച്ഛയാൽ വസുദേവ ഗൃഹത്തിൽ അവതരിക്കും. അപ്പോ ഭഗവാന്റെ അവതാരത്തിന് ഭൂഭാരം തീർക്കുന്ന ലീല തന്നെയാണ് പരമപ്രയോജനം. അപ്പൊ ഭഗവാന് ജനനം മരണമൊന്നുമില്ല. അപ്പൊ ഭഗവാൻ സ്വേച്ഛ കൊണ്ട് തന്നെ ജനിക്കുന്നു. ഇനി ഭഗവാന്റെ ഭാര്യമാരായിട്ട് അവതരിക്കുന്ന രുക്മിണി, അതുപോലെ രാധ തുടങ്ങിയവർ, പിന്നെ ദാസിമാരായിട്ട് വരുന്നവർ, എല്ലാവരും രൂപ സൗന്ദര്യാദി ഗുണസമ്പന്നരായിട്ട് ദേവസ്ത്രീകളും യദുകുലത്തിൽ ജനിക്കുക. അവർക്ക് അതിനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്നുള്ള അനുഗ്രഹത്തോടു കൂടിയ കൽപ്പനയായിട്ടാണ്, ഇങ്ങനെയാണ് ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞത്. ഞാൻ ഉടനെ തന്നെ വസുദേവ ഗൃഹത്തിൽ ജനിക്കും, ദേവന്മാരും ദേവസ്ത്രീകളും എല്ലാം എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി ശ്ലോകം 23 ഒന്നുകൂടെ വായിച്ചിട്ട് 24ലേക്ക് പോകാം. വസുദേവ ഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷപരഃ ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയഃ. ശ്ലോകം 24. വാസുദേവ കലാനന്ദ സഹസ്രവദനസ്വരാട് അഗ്രദോ ഭവിതാ ദേവോ ഹരേ പ്രിയ ചികീർഷയാ. പദച്ഛേദം. വാസുദേവ കലാ അനന്തഃ സഹസ്രവദനഃ സ്വരാട് അഗ്രദഃ ഭവിതാ ദേവോ ദേവഃ ഹരേഃ പ്രിയ ചികീർഷയ. അപ്പോൾ ഇനി ആരുകൂടെ ജനിക്കണം? വസുദേവ കല അനന്ത സഹസ്രവദന സ്വരാട്, സ്വരാട് സ്വരൂപത്താൽ തന്നെ ശോഭിക്കുന്നവനും, സഹസ്രവദനഃ 1000 മുഖങ്ങളുള്ളവനും, വാസുദേവ കല വാസുദേവന്റെ അംശഭൂതനുമായ അനന്തഃ ആദിശേഷൻ, അനന്തൻ ആദിശേഷൻ എന്നു പേരുള്ള ദേവഃ ദേവൻ, ഹരേഹേ വിഷ്ണുവിന് പ്രിയ ചികീർഷയ ഇഷ്ടത്തെ ചെയ്യാനുള്ള ആഗ്രഹത്താൽ, അല്ലെങ്കിൽ വിഷ്ണുവിനെ സഹായിക്കാൻ വേണ്ടി അഗ്രഹഃ മുമ്പിൽ തന്നെ ഭവിത ഭവിക്കും. അപ്പൊ ശ്രീരാമാവതാര കാലത്ത് അനന്തൻ ലക്ഷ്മണനായിട്ട് ശ്രീരാമന്റെ അനുജനായിട്ടാണ് ജനിച്ചത്. അപ്പൊ ശ്രീരാമന് പല കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആ കഷ്ടപ്പാടുകളെ കുറെയൊക്കെ തീർക്കാൻ വേണ്ടി ഭഗവാന്റെ ജ്യേഷ്ഠനായി തന്നെ ഇവിടെ അനന്തൻ അവതരിക്കുകയാണ്. ആദിശേഷൻ വിഷ്ണുവിന് പ്രിയം ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് അവതരിക്കുന്നു. ശ്ലോകം 24. വാസുദേവ കലാനന്ദ സഹസ്രവദനസ്വരാട് അഗ്രദോ ഭവിതാ ദേവോ ഹരേ പ്രിയ ചികീർഷയാ. ശ്ലോകം 25. വിഷ്ണോർമായ ഭഗവതി യയാ സമ്മോഹിതം ജഗത് ആദിഷ്ടാ പ്രഭുണാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. പദച്ഛേദം. വിഷ്ണോഹോ മായ ഭഗവതി യയാ സമ്മോഹിതം ജഗത് ആദിഷ്ഠാ പ്രഭുണാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. വിഷ്ണോഹോ മായാ ഭഗവതി, വിഷ്ണുവിന്റെ മായാ ഭഗവതി, ഭഗവതി സർവ ശക്തി സ്വരൂപിണിയായ വിഷ്ണുവിന്റെ മായ ഭഗവതി എന്തു ചെയ്യുന്നു? യയാ സമ്മോഹിതം ജഗത്, ആ യയാ യാതൊരുത്തിയാൽ ജഗത് ലോകം സമ്മോഹിതം ഏറ്റവും മോഹിക്കപ്പെടുന്നു. ആ വിഷ്ണുവിന്റെ മായ എന്ന് പറയുന്നത് എല്ലാ പേരെയും
മോഹിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ജഗത്തിനെ സത്യമായിട്ട് തോന്നുന്നത്. ആ മായ കൊണ്ടാണ് നമ്മൾ ഈ സംസാരത്തിൽ കിടന്ന് ഇങ്ങനെ വിഷയാസക്തരായി വലയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തത്. അപ്പോൾ സത്യവസ്തുവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ ലോകം തന്നെ സത്യമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ്? വിഷ്ണുവിന്റെ മായ നമ്മെ മോഹിപ്പിക്കുന്നു. ആ മായാ ഭഗവതി പ്രഭുണ ഭഗവാനാൽ ആദിഷ്ട കൽപ്പിക്കപ്പെട്ടവളായിട്ട് അംശേന അംശം കൊണ്ട് കാര്യാർത്ഥേ കാര്യത്തിന് വേണ്ടി സംഭവിഷ്യതി ജനിക്കും. അപ്പോൾ ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാന്റെ ആ മായാശക്തിയും വിഷ്ണുമായയും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് സ്വാംശത്താൽ കാര്യനിർവഹണത്തിന് വേണ്ടി അവതരിക്കുന്നു. ഭഗവാന്റെ ഇച്ഛാശക്തി ആകയാൽ ആജ്ഞാനുസാരേണ എല്ലാവരെയും അവൾ മോഹിപ്പിക്കുന്നു. അതിൽ ഒരു ആശ്ചര്യവും ഇല്ല. വിഷ്ണോർമായാ ഭഗവതി യയാ സമ്മോഹിതം ജഗത് ആദിഷ്ട പ്രഭുണാംശേന കാര്യർത്ഥേ സംഭവിഷ്യതി. ശ്ലോകം 26. ശ്രീശുക ഉവാച ഇത്യാദിശ്യാമരഗണാൻ പ്രജാപതി പതിർവിഭുഃ ആശ്വാസ്യ മഹീം ഗീർഭി സ്വധാമ പരമം യയൗ. പദച്ഛേദം. ഇതി ആദിശ്യ അമരഗണാൻ. അതാണ് ഇത്യാദിശ്യ അമരഗണാൻ. ഇതി ആദിശ്യ അമരഗണാൻ പ്രജാപതി പതിഹി പ്രജാപതി പതിഹി വിഭുഃ ആശ്വാസ്യ ച മഹീം ഗീർഭിഃ സ്വധാമ പരമം യയൗ. പ്രജാപതി പതിഹി പ്രജാപതികളുടെയും നാഥനായ വിഭുഃ ബ്രഹ്മാവ് അമരഗണാൻ ദേവസംഘങ്ങളോട് ഇതി ഇപ്രകാരം ആദിശ്യ പറഞ്ഞിട്ട് മഹീം ഭൂമിയെ ഗീർഭിഹി വാക്കുകൾ കൊണ്ട് ആശ്വാസ്യ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ട് പരമം ഉത്കൃഷ്ടമായ സ്വധാമ തന്റെ സ്ഥാനത്തേക്ക്, അതായത് ബ്രഹ്മാവിന്റെ സത്യലോകത്തേക്ക് യയൗ പ്രാപിച്ചു. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് ദേവന്മാരോട് ഭഗവാൻ പറഞ്ഞതിനെ അറിയിച്ചു. എന്നിട്ട് ഭൂമിയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് തന്റെ സ്വസ്ഥാനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇത്യാദിശ്യമരഗണാൻ പ്രജാപതി പതിർവിഭുഃ ആശ്വാസ്യ ച മഹീം ഗീർഭി സ്വധാമ പരമം യയൗ. ശ്ലോകം 27. ശൂരസേനോ യദുപതിർ മധുരാം ആവസത്പുരീം മാധുരാൻ ശൂരസേനാം ച വിഷയാൻ ബുഭുജേ പുരാ. പദച്ഛേദം. ശൂരസേനഃ യദുപതിഃ മധുരാം ആവസത് പുരീം മാധുരാൻ ശൂരസേനാൻ ച വിഷയാൻ ബുഭുജേ പുരാ. പണ്ട് ശൂരസേന യദുപതി ശൂരസേനഃ യദുരാജാവായ ശൂരസേനൻ മധുര എന്നു പേരായ പുരിയിൽ ആവസത് വസിച്ചു. അപ്പൊ പണ്ട് യദുരാജാവായ ശൂരസേനൻ മധുരാപുരിയിൽ വസിച്ചു. അപ്പോൾ മധുര എന്ന് പറയും, നമ്മളിവിടെ തമിഴ്നാട്ടിലൊരു മധുരയുണ്ട്, അതല്ല, ഇത് ഡൽഹിയിലുള്ള മധുരയാണ്. അവിടെ മധുര എന്ന് പേര് കിട്ടാൻ കാരണം മധ്യതേതു ജഗത് സർവം ബ്രഹ്മജ്ഞാനേന ഏനവാ തത്സാരഭൂതം യദ്യസ്യ മധുരാസ നിഗദ്ധ്യതേ. മധ്യതേതു ജഗത് സർവം ബ്രഹ്മജ്ഞാനേന, ലോകം മുഴുവൻ യാതൊരു ബ്രഹ്മജ്ഞാനത്താൽ മഥിക്കപ്പെടുന്നു. ആ ജ്ഞാനത്തിന്റെ ഏനവാ തത്സാരഭൂതം മൂർത്തിമത്തായ ആ കൃഷ്ണവിഗ്രഹം കൊണ്ട് യാതൊരു രാജ്യം ശോഭിക്കുന്നുവോ അതിനെയാണ് മധുര എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ മധുരാപുരിയില് ആ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ടാണ് മധുര എന്ന് പേര് കിട്ടിയത്. അപ്പൊ ആ മധുരാപുരിയിലാണ് യദുരാജാവായ ശൂരസേനൻ താമസിച്ചത്.
മാധുരാൻ മധുരാ സംബന്ധികളും ശൂരസേനാൻ ശൂരസേനങ്ങൾ എന്നു പേരുള്ളവയുമായ വിഷയാൻ രാജ്യങ്ങളെ ബുഭുജെ അനുഭവിച്ചു. അപ്പൊ അങ്ങനെ ശൂരസേനൻ മധുരാപുരിയെ ഭരിച്ചു. അപ്പൊ ഇവിടെയാണ് കൃഷ്ണാവതാരവും ഉണ്ടായത്. അതുകൊണ്ട് ഈ മധുരാപുരി ലോകപ്രസിദ്ധവുമാണ്. ശൂരസേനോ യദുപതിർ മധുരാമാവസത്പുരി മാധുരാൻ ശൂരസേനാംശ്ച വിഷയാൻ ബുഭുജേ പുരാ. ശ്ലോകം 28. രാജധാനി തദ സാഭൂ സർവയാദവ ഭൂഭുജാം മധുരാ ഭഗവാനേത്ര നിത്യം സന്നിഹിതോ ഹരിഹി. പദച്ഛേദം. രാജധാനി തതഃ സാ അഭൂത് സർവ യാദവ ഭൂഭുജാം മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതഃ ഹരിഹി. രാജധാനി തതഃ അതുകൊണ്ട് സർവയാദവ ഭൂഭുജാം എല്ലാ യാദവ രാജാക്കന്മാരുടെയും രാജധാനിയായിട്ട് സാ ആ മധുര അഭൂദ്ഭവിച്ചു. അപ്പൊ കൃഷ്ണന്റെ അവതാരമുണ്ടായതാണ്. ആ കൃഷ്ണ വിഗ്രഹം കൊണ്ട് അവിടെ രാജ്യം ശോഭിക്കുന്നു. അതുകൊണ്ട് എല്ലാ യാദവ രാജാക്കന്മാരുടെയും രാജധാനിയായിട്ട് മധുരാപുരി ഭവിച്ചു. എത്ര യാതൊന്നിൽ ഹരിഹി ഭഗവാൻ നിത്യം എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. അവിടെ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ ഭഗവാൻ എല്ലായിടത്തുമുണ്ട്. അവിടെ ഭഗവാൻ ജനിച്ചു വളർന്നതാണ്, അല്ല ഭഗവാൻ അവിടെ താമസിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു. എന്ന് പറഞ്ഞ് അവിടെ മാത്രമല്ല ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ സർവവ്യാപിയാണ്. ശ്ലോകം 29. തസ്യാം തു കർഹിജിത് ശൗര്യർ വസുദേവകൃതോദ്വഹ ദേവക്യാ സൂര്യയാ സാർത്ഥം പ്രായേണ രഥമാരുഹത്. തസ്യാം തു കർഹിജിത് ശൗരിഹി വസുദേവഃ കൃതോദ്വഹഃ ദേവക്യാ സൂര്യയാ സാർത്ഥം പ്രായേണ രഥം ആരുഹത്. തസ്യാം തു ആ പുരിയിലാകട്ടെ, ആ മധുരാപുരിയിലാകട്ടെ, കർഹിച്ചിത് ഒരിക്കൽ ശൗരിഹി ശൂരന്റെ പുത്രനായ ശൂരസേനന്റെ പുത്രൻ ശൗരി, അതായത് വസുദേവൻ ശൗരി എന്ന് പറഞ്ഞ ശൂരസേനന്റെ പുത്രൻ. ആരാണ്? വസുദേവൻ. കൃതോദ്വഹ കല്യാണം ചെയ്യുന്നവനായിട്ട് സൂര്യയ നവവധുവായ ദേവക്യാ സാർത്ഥം ദേവകിയോടുകൂടി പ്രായേണ യാത്രയിൽ രഥം തേരിനെ ആരുഹത് കരേറി. അപ്പോൾ ഒരിക്കൽ മധുരയിൽ വച്ച് വസുദേവൻ ആരുടെ? ശൂരസേനന്റെ പുത്രൻ. ദേവകന്റെ പുത്രി ആണ് ദേവകി. അപ്പൊ വസുദേവന്റെയും ദേവകിയുടെയും വിവാഹം നടന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞ് അവര് രഥത്തിൽ കയറി ഭാര്യയോടുകൂടി വാസസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി വസുദേവനും ദേവകിയും രഥത്തിൽ കയറി. 28ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. 28, 29 ഒന്ന് വായിക്കാം. രാജധാനി തതസാഭൂത് സർവയാദവ ഭൂഭുജാം മധുരാ ഭഗവാനെത്ര നിത്യം സന്നിഹിതോ ഹരിഹി. തസ്യാം തു കർഹിജിത് ശൗര്യർ വസുദേവ കൃതോദ്വഹഃ ദേവക്യാ സൂര്യയാ സാർത്ഥം പ്രായേണ രഥമാരുഹത്. ശ്ലോകം 30. ഉഗ്രസേന സുത കംസ സ്വസുപ്രിയ ചികീർഷയാ രശ്മിൻ ഹയാനാം ജഗ്രാഹ രൗമൈ രഥശതൈർവൃതാം. അപ്പോൾ ഉഗ്രസേന സുതഃ പദച്ഛേദാദ്യം പറയാം. കംസഃ സ്വസു പ്രിയ ചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗമൈ
രൗമൈഹി രഥശതൈഹി വൃതഃ. ഉഗ്രസേന സുതഃ കംസഃ. ഉഗ്രസേനന്റെ പുത്രനായ കംസൻ സ്വസു സഹോദരിയുടെ, അതായത് ദേവകി, ഉഗ്രസേനന്റെ സഹോദരനാണ് ദേവകൻ, ദേവകിയുടെ പുത്രിയാണ് ദേവകി. അപ്പൊ സഹോദരിയായിട്ട് വരും, കംസന്റെ സഹോദരി. കംസൻ സ്വസു സഹോദരിയുടെ പ്രിയ ചികീർഷയ, ഇഷ്ടത്തെ ചെയ്യണമെന്നുള്ള താല്പര്യത്താൽ, അതായത് സഹോദരിയുടെ ഇഷ്ടം ഹേതുവായിട്ട്, രൗമൈഹി സ്വർണമയങ്ങളായ, രഥശതൈഹി അനേകം രഥങ്ങളാൽ, ശതൈന്ദ്ര നൂറുകണക്കിനുള്ള രഥങ്ങളാൽ, വൃതഃ ചുറ്റപ്പെട്ടവനായിട്ട്, ഹയാന കുതിരകളുടെ, രശ്മീൻ കടിഞ്ഞാണുകളെ, ജഘ്രാഹ പിടിച്ചു. അപ്പൊ ദേവകിയും വസുദേവനും രഥത്തിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ കംസൻ എന്ത് ചെയ്തു? സഹോദരിയോടുള്ള ഇഷ്ടനിമിത്തം ആ രഥത്തിൽ ചാടി കയറി കുതിരകളുടെ കടിഞ്ഞാണുകളെ പിടിച്ചു. ഇനി ദേവകിക്ക് ശ്രീധനമായി കൊടുത്ത ആനകളുടെയും രഥങ്ങളുടെയും എണ്ണമാണ് അടുത്ത ശ്ലോകം 30 ഒന്നുകൂടെ വായിക്കാം. ഉഗ്രസേന സുത കംസ സ്വസുപ്രിയ ചികീർഷയ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗമൈ രഥശതൈർവൃത. ശ്ലോകം 31. ചതുശതം പാരിബർഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാം ഐദം സാർത്തം രഥാനാം ച ത്രിഷക്ഷതം. ഇപ്പൊ ശ്രീധനമായിട്ട് കൊടുത്തത് എന്തെല്ലാമാണ്? ചതുശതം പാരിബർഹം. പാരിബർഹം ശ്രീധനം. ചതുശതം 400 എണ്ണം. ഗജാനാം ഹേമമാലിനാം, ഹേമമാലിനാം ഗജാനാം സ്വർണാലങ്കാരമുള്ള ആനകൾ. എത്ര എണ്ണം? ചതുശതം 100 എണ്ണം. ഇനി അശ്വാനാം കുതിരകളാ, സാർത്ഥം ഐതം. ഐതം എന്ന് വെച്ചാൽ 10,000. അതിന്റെ 10,000ത്തിന്റെ സാർത്ഥം എന്ന് വെച്ചാൽ പകുതി. എത്ര? 5,000. അപ്പൊ സാർത്ഥം ഐതം എന്ന് പറഞ്ഞാൽ 15,000. 15,000 രഥാനാം രഥങ്ങള്. പിന്നെ ത്രിഷക്ഷതം കുതിരകള് 15,000. ഇനി രഥങ്ങളോ? ത്രിഷക്ഷതം 1800. ത്രി എന്ന് വെച്ചാൽ 3, ഷഡ്ശതം 600. ഇപ്പൊ ത്രിഷഡ്ശതം എന്ന് വെച്ചാൽ 1800. അപ്പോ 1800 തേര് മുതലായവയും വസുദേവർക്കും ദേവകിക്കും കൊടുത്തു. സ്വർണം കൊണ്ട് അലങ്കരിച്ച 400 ആന, 15,000 കുതിര, 1800 തേർ മുതലായവ ശ്രീധനമായിട്ട് ശൂരസേനല്ല ദേവകിക്ക്, വസുദേവർക്കും ദേവകൻ കൊടുത്തു. ചതുശതം പാരിബർഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാം ഐദം സാർത്തം രഥാനാം ചത്രിഷക്ഷതം. ശ്ലോകം 32. ദാസീനാം സുകുമാരീണാം ദ്വേഷദേ സമലങ്കൃതേ ദുഹിത്രേ ദേവക പ്രാതാത് യാനേ ദുഹിതൃവത്സലഹാം. ദാസീനാം സുകുമാരീണാം ദ്വേ ശതേ സമലങ്കൃതേ ദുഹിത്രേ ദേവകഃ പ്രാതാത് യാനേ ദുഹൃത് വത്സലഃ. ദാസീനാം സുകുമാരീണാം, ദാസികൾ എത്രയാണ്? ദാസികൾ എങ്ങനെയുള്ളവരാണ്? സുകുമാരീണാം സുന്ദരിമാരായും, സമലങ്കൃതേ വേണ്ടതുപോലെ അലങ്കരിക്കപ്പെട്ടതുമായ ദാസീനാം ദാസികളുടെ, ദ്വേഷതേ ദാസികൾ എത്രയാണ്? ദ്വേഷതേ 200 എണ്ണം. ശതേ 100, 200 എണ്ണം. ദ്വേഷതേ 200. ദുഹിതൃവത്സല പുത്രിയിൽ സ്നേഹത്തോടുകൂടിയ ദേവക ദേവകൻ, ദുഹിത്രേ പുത്രിക്കായിക്കൊണ്ട്, യാനേ യാത്രയിൽ പ്രാതാത് കൊടുത്തു. അപ്പോ ആനകളും കുതിരകളും തേരുകളും മാത്രമല്ല, പിന്നെ എന്താണ്? പുത്രിയിലോടുള്ള സ്നേഹനിമിത്തം 200 ദാസികളെയും, അതെങ്ങനെയുള്ളവരാണ്? അതിസുന്ദരികളായി അലങ്കരിക്കപ്പെട്ടവരായ 200 ദാസികളെയും ദേവകൻ ദേവകിക്ക് കൊടുത്തു.
ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ദാസീനാം സുകുമാരീണാം ദേശദേശമലങ്കൃതേ ദുഹിത്രേ ദേവക പ്രാതാത് യാനേ ദുഹിതൃവത്സലഃ. ശ്ലോകം 33. ശംഖദൂര്യ മൃദംഗാശ്ച നേതർനുന്ദു ദുന്ദുഭയസമം പ്രയാണ പ്രക്രമേ താവത് വരവധ്വോ സുമംഗളം. ഇനി അവർ പോയപ്പോഴോ ശബ്ദഘോഷങ്ങളാണ്. എന്തൊക്കെയാണ്? ശംഖ, തുര്യ, മൃദംഗ ച, മൃദംഗാഹ ച, നേദുഹു ദുന്ദുഭു ദുന്ദുഭയഃ സമം പ്രയാണ പ്രക്രമേ താവത് വരവത്വോ സുമംഗളം. താവത് അപ്പോൾ എന്താണ്? അവര് പല വാദ്യഘോഷങ്ങളും മുഴക്കി. ഏതൊക്കെയാണ്? ശംഖം, ശംഖ്, പിന്നെ തൂര്യം, അത് വേറൊരു വാദ്യഘോഷമാണ്. തുര്യം, മൃദംഗം, പിന്നെ ദുന്ദുഭി, ഇവയെല്ലാം സമം നേതുഹു, ഏകകാലത്തിൽ ഒരേ സമയം തന്നെ ഈ വാദ്യഘോഷങ്ങൾ എല്ലാം ഗംഭീരമായി മുഴക്കി. ശംഖതുര്യ മൃദംഗാശ്ച നേതൃദുന്ദുഭയസമം പ്രയാണ പ്രക്രമേ താവത് വരവധ്വോ സുമംഗളം. ശ്ലോകം 24. പതിപ്രഗ്രഹിണം കംസം ആഭാഷ്യാഹ അശരീരവാക് അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ അബുധയഃ. പദച്ഛേദം. പഥി പ്രഗ്രഹിണം കംസം ആഭാഷ്യ ആഹ അശരീരവാക്. കംസം ആഭാഷ്യ ആഹ അശരീരവാക്. അസ്യ ത്വാം അസ്യാഹ ത്വാം അഷ്ടമഃ ഗർഭഃ ഹന്ത യാം വഹസേ അബുധ. അപ്പോൾ കംസൻ ദേവകിയെയും വസുദേവനെയും ഇരുത്തി തേര് തെളിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോഴുണ്ട് ആകാശത്ത് നിന്നും ഒരു അശരീരി കേട്ടു. എന്താണ് അശരീരി? അബുധ, ഹേ മൂഢ, അറിവില്ലാത്തവനെ, പഥി, പന്ഥാവിൽ, പ്രഗ്രഹണം, കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്ന കംസം, കംസനെ ആഭാഷ്യ, സംബോധന ചെയ്തിട്ട്, എന്താണ് സംബോധന ചെയ്തത്? അബുധ, അറിവില്ലാത്തവനെ, അശരീരിവാക്, ആകാശവാണി, ആഹാ, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കംസനെ എടാ മൂട, അറിവില്ലാത്തവനെ എന്ന് വിളിച്ച് ആകാശത്ത് നിന്ന് ഒരു അശരീരി ഉണ്ടായി. എന്താണ് അശരീരി? എന്താണ്? യാം, യാതൊരുത്തിയെ, വഹസേ, നീ വഹിക്കുന്നു, യാതൊരുത്തിയെ രഥത്തിലിരുത്തി നീ കൊണ്ടുപോകുന്നുവോ, അസ്യ, ഇവളുടെ, അഷ്ടമഹ ഗർഭ, എട്ടാമത്തെ ഗർഭം, ത്വാം, നിന്നെ, ഹന്ത, ഹനിക്കും. അല്ലയോ മൂഢ, നീ യാതൊരുത്തിയെ വഹിച്ചു കൊണ്ടുപോകുന്നുവോ, ഇവളുടെ എട്ടാമത്തെ ഗർഭത്തിൽ നിന്നും ജനിക്കുന്ന ബാലൻ നിന്നെ കൊല്ലും എന്ന് ആകാശത്ത് നിന്ന് ഒരു അശരീരി ഉണ്ടായി. അപ്പോൾ അങ്ങനെ ധീരനായ ആ കംസന്റെ ഹൃദയത്തിൽ ഭീതിയുണ്ടായി, അല്ലെങ്കിൽ ഭീതിയുടെ ബീജം മുളച്ചു. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. പതിപ്രഗൃഹിണം കംസം ആഭാഷ്യാഹ ശരീരവാക് അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധ. പതിപ്രഗ്രഹണം കംസം ആഭാഷ്യാഹ അശരീരവാക് അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധ. ശ്ലോകം 35. ഇത്യുക്ത
സഖല പാപോ ഭോജാനാം കുലപാംസനഃ ഭഗിനീം ഹന്തുമാരബ്ധ ഖഡ്ഗപാണി കജേ ഗ്രഹീത്. പദച്ഛേദം ഇതി ഉക്തഃ, അതാണ് ഇത്യുക്തഃ. ഇതി ഉക്തഃ സഹ ഖലഃ പാപഃ ഭോജാനാം കുലപാംസനഃ ഭഗിനീം ഹന്തും ആരബ്ധഃ ഖഡ്ഗപാണിഃ കജേ അഗ്രഹീത്. ഇതി ഇപ്രകാരം ഉക്ത പറയപ്പെട്ടവനും ഭോജാനാം ഭോജന്മാരുടെ കുലപാംസന വംശത്തെ ദുഷിപ്പിക്കുന്നവനും അല്ലെങ്കിൽ നശിപ്പിക്കുന്നവനും പാപഹ ദുഷ്ടകർമ്മം നടത്തുന്നവനും പാപിയും ഖലഹ ദയാഹീനനും ആയ സഹ അവൻ, അതായത് കംസൻ, ഖഡ്ഗപാണിഹി വാൾ കൈകൊണ്ട് എടുത്തുകൊണ്ട്, അശരീരി കേട്ടതും വാളുറയിൽ നിന്ന് വാൾ വലിച്ചൂരി എടുത്ത് ഭഗിനിയും സഹോദരിയെ ഹന്തും ഹനിക്കാനായിക്കൊണ്ട് ആരബ്ധ ആരംഭിച്ചവനായിട്ട് കജേ കേശത്തിൽ അവളുടെ തലമുടിയിൽ കേശപാശത്തിൽ അഗ്രഹീത് പിടിച്ചു. അപ്പൊ ആകാശവാക്ക് കേട്ടപ്പോൾ കംസനാകെ പേടിയുണ്ടായി. സ്വതവേ തന്നെ കംസൻ പാപിയാണ്, ദുഷ്ടനാണ്, ദയയില്ലാത്തവനാണ്, ഘോരകർമ്മം നടത്തുന്നവനാണ്. അപ്പൊ അവൻ ഈ അശരീരി കേട്ടതും പേടികൊണ്ട് സഹോദരിയെ കൊല്ലാനുറച്ച് വാൾ കയ്യിലെടുത്തു, അവളുടെ തലമുടി ചുറ്റിപ്പിടിച്ചു. ദുഷ്ടന്മാർക്ക് ചെയ്യാൻ എന്താണ് കഴിയാത്തത്? അവർക്ക് എന്താണ് മടിയില്ലാത്തത്? എന്ത് വേണമെങ്കിലും ആ ദുഷ്ടൻ ചെയ്യും. അപ്പൊ ദേവകിയെ കൊല്ലാൻ പുറപ്പെട്ട ആ കംസനോട് വസുദേവൻ സാമാദി ഉപദേശങ്ങൾ നൽകുകയാണ്. അതായത് സാമം ഭേദം ദണ്ഡം ലാഭം, അങ്ങനെ 3 തരത്തിലുണ്ട്. അത് അടുത്ത ശ്ലോകങ്ങളിലാണ് പറയുന്നത്. അപ്പോൾ സാമവാക്കുകളാണ് ആദ്യം പറയുന്നത്. തം ഒന്നുകൂടെ 35 ഇത്യുക്താസ ഖലപാപോ ഭോജാനാം കുലപാംസന ഭഗിനീം ഹന്തുമാരബ്ധ ഖഡ്ഗപാണി കജേ ഗ്രഹീത്. ശ്ലോകം 36 തം ജുഗുപ്സിത കർമാണം നൃശംസം നിരപത്രപം വസുദേവോ മഹാഭാഗ ഉവാച സാന്ത്വയൻ. പദച്ഛേദം തം ജുഗുപ്സിത കർമാണം നൃശംസം നിരപത്രപം വസുദേവഃ മഹാഭാഗ ഉവാച പരിസാന്ധയൻ. ജുഗുപ്സിത കർമാണ നിന്ദ്യമായ കർമ്മത്തിൽ ഉദ്യോഗിച്ചവനും നൃശംസം ക്രൂരനും നിരപത്രപം ലജ്ജയില്ലാത്തവനുമായ തം അവനെ കംസനെ പരിസ്വാന്തയൻ സമാധാനിപ്പിക്കാനായിക്കൊണ്ട് മഹാഭാഗ മഹായോഗ്യനായ വസുദേവൻ ഉവാച പറഞ്ഞു. അപ്പോ കംസൻ ക്രൂരനാണെന്ന് പറഞ്ഞു, പാപിയാണ്, നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പൊ അങ്ങനെയുള്ളവന് ഒരു സഹോദരിയെ കൊല്ലാൻ ഒരു പ്രയാസവും ഇല്ല, അവന് ഒരു കുറ്റബോധവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ നിന്ദ്യകർമ്മം ചെയ്യുവാനായി, അതും ഈ കല്യാണ ഉത്സവ സമയത്ത് ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ അവനെ കുറ്റപ്പെടുത്തും, പരിഹസിക്കും എന്നുള്ളതൊന്നും കംസന് ഉണ്ടായില്ല. അപ്പോൾ ഈ കംസന്റെ ദുഷ്പ്രവൃത്തിയിൽ നിന്നും സ്വന്തം ഭാര്യയെ രക്ഷിക്കേണ്ട ചുമതല ആർക്കുണ്ട്? വസുദേവർക്കുണ്ട്.
അപ്പോ വസുദേവൻ എങ്ങനെ കംസനെ സമാധാനിപ്പിക്കാം? അപ്പൊ നല്ല വാക്കുകൾ പറഞ്ഞ് അവനിൽ കരുണ ജനിപ്പിക്കണം. അതിന് സാമോ ഉപദേശമാണ് നല്ലത് എന്ന് തോന്നി. അപ്പൊ ആദ്യം സാമോ ഉപദേശം കൊണ്ട് അവനെ ശരിയാക്കിയെടുക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇനി സാമം 5 വിധമുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട് ഇവിടെ നിർത്താം. തം ജുഗുപ്സിത കർമാണം നൃശംസം നിരപത്രപം വസുദേവോ മഹാഭാഗ ഉവാച പരിസാന്തയൻ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.